കാർഷിക പ്രാധാന്യമുള്ള നാടാണ് അഞ്ചൽ ഗ്രാമം. സമുദ്രനിരപ്പിൽ നിന്നും 68 മീറ്ററാണ് അഞ്ചലിന്റെ ശരാശരി ഉയരം. തെക്കൻ കേരളത്തിൽ രാജഭരണകാലം മുതൽ ഏറ്റവും അധികം ഉരുക്കളുടെ കൈമാറ്റം നടന്നിരുന്ന സ്ഥലമായിരുന്നു അഞ്ചൽ ചന്ത. മരമടിക്ക് സാമൂഹിക പശ്ചാത്തലം നൽകിയത് അഞ്ചൽ ഗ്രാമീണരായിരുന്നു. അഞ്ചലിന്റെ മുഖച്ഛായ മാറുകയാണെന്ന്. ഏതൊരു നാടിന്റെയും വളർച്ച ആരംഭിക്കുന്നത് റോഡുകളിലൂടെയാണ്. അഞ്ചലുകാരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു അഞ്ചൽ ബൈപ്പാസ്. ഇന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ആയൂർ അഞ്ചൽ റോഡിൽ കുരിശുമുക്കിൽ നിന്നും അഞ്ചൽ പുനലൂർ റോഡിലെ സെന്റ് ജോർജ് സ്കൂൾ വരെയാണ് ബൈപ്പാസ് റോഡ്. 2.19 കിലോമീറ്ററാണ് ദൂരം. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ സന്തോഷത്തോടെയാണ് ഇതിനെ കാണുന്നതും വരവേൽക്കുന്നതും. ഞാൻ ആദ്യം MLA ആയ സമയത്താണ് ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ടോക്കൺ പ്രൊവിഷൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ രാജു സാറ് MLA ആയിട്ടും മന്ത്രിയായിട്ടുമൊക്കെ വന്ന അവസരത്തിൽ ഈ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് കാലതാമസങ്ങളൊക്കെ വന്നുവെങ്കിലും വീണ്ടും MLA ആയി വന്നതിന് ശേഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ബൈപ്പാസ് നാടിനെ സമർപ്പിക്കുകയാണ്. നടപ്പാത, കൈവരി, സ്ട്രീറ്റ് ലൈറ്റ്, റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ ബൈപ്പാസിലുണ്ട്. പാത പൂർത്തീകരിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ സന്തോഷം ചെറുതൊന്നുമല്ല. വളരെ അഭിമാനമുണ്ട് ഈ ബൈപ്പാസ് ഇവിടെ വന്നത്. നമുക്ക് ജംഗ്ഷനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി, ഒരുമാതിരി ഇപ്പം തന്നെ ഒരുമാതിരി മാറിയിട്ടുണ്ട്. അതുമല്ല ഭയങ്കര വികസനം അഞ്ചലിന് വരാൻ പറ്റിയതുകൊണ്ട് നമുക്കെല്ലാം അതിൽ അഭിമാനമുണ്ട് വന്നത്. ഒരിക്കൽ ഈ PS സുബാലൂടെ MLA ആയിട്ടിരിക്കുമ്പോൾ നമ്മളുമായിട്ടൊക്കെ വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് പറഞ്ഞ് ഇന്നതുപോലെ നമ്മളെല്ലാവരും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിതിൽ റോഡാക്കാം എന്ന് മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ. പറഞ്ഞെങ്കിലും അന്ന് അതിൻ്റെ പണി ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ വരുമെന്ന്, ഇതുപോലെ വരുമെന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. 22 കോടി രൂപ ഉപയോഗിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് റോഡ് യാഥാർത്ഥ്യമായത്. റോഡ് വരുന്നതോടുകൂടി ഈ നമ്മുടെ അഞ്ചൽ പുനലൂരിൽ നിന്നും വരുന്ന വണ്ടികൾ ഇതുവഴി വന്ന് കുരിശുമുക്കിൽ വരുമ്പോഴത്തന്നെ ടൗണിലെ ഒരു വലിയ ഗതാഗത തടസ്സം മാറാനൊരു വലിയ ഒരു ഉപാധി കൂടിയാണ് ഈ ബൈപ്പാസിൻ്റെ പൂർത്തീകരണത്തോടുകൂടി നടക്കുന്നത്. ഈ 2021 PS സുബാൽ MLA ആകുകയും ഇതിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി അവസാന സ്ഥലമെടുപ്പ് പോലും കോടതിയിൽ പോയി അവർക്ക് വേണ്ട എല്ലാ പൈസകളും നൽകി അതായത് ഈ കോളറ പാലത്തിൻ്റെ അവിടുത്തുള്ള വസ്തു എടുത്ത് എല്ലാ തടസ്സങ്ങളും നീക്കി ഇതിനു വേണ്ടിയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുകയും പണി ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് ഈ വരുന്ന 21-ാം തീയതി ഈ നാടിൻ്റെ അഭിമാനമായ സ്വപ്ന സാക്ഷാത്കാരം 21-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം വേഗത്തിലാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ജനങ്ങൾ സംതൃപ്തരാണ്. അതുകൊണ്ടാണ് 1-ാം പിണറായി സർക്കാരിൻ്റെ വീണ്ടും 2-ാം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റാൻ ജനങ്ങൾ തയ്യാറായത്. ആ സന്തോഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടണമെന്നാണ്. അഞ്ചലിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ് ഈ ബൈപ്പാസിലൂടെ. എന്നാൽ ചീറിപ്പായുന്ന വാഹനയാത്രികരോട് MLA PS സുബാലിന് ചിലത് പറയാനുണ്ട്. ഇത് വേഗത്തിൽ സഞ്ചരിക്കാനുള്ളൊരു പാതയല്ല, നമുക്ക് ഗതാഗത കുരുക്കില്ലാതെ അഞ്ചൽ കടന്നു പോകാനുള്ളൊരു പാതയാണ്. ആ നിലയ്ക്ക് എല്ലാവരും കാണണം. അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനായി അത് നമ്മുടെ ട്രാഫിക് സംവിധാനം മാത്രമല്ല, എല്ലാവരും സ്വന്തം നിലയിൽ തന്നെ അക്കാര്യത്തിലൊരു ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുന്നത്. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളിലൂടെ സ്വന്തം നാട് വളരുന്ന സന്തോഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ.